ഹായ് സുഹൃത്തുക്കളെ, ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ 2 പേർ ചേർന്ന്, ജ്യേഷ്ഠനും അനുജനും ചേർന്ന് നടു റോഡിലിട്ട് അടിച്ചു കൊല്ലുന്നു. കുറേ ആളുകൾ അത് നോക്കി നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? എത്ര ഭീകരമാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ? നമ്മൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരം ഉണ്ടാകുന്നതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ആധുനികമായ MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? സ്വന്തം മാതാപിതാക്കളെ പോലും കൊന്ന ചരിത്രം നമ്മൾ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ മദ്യവും മയക്കുമരുന്നുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ അത് സർക്കാർ നിരോധിക്കുവാനുള്ള നടപടികളാണ് ഈ രാജ്യത്ത് സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് ഒരു വശത്തുകൂടി മദ്യവും മയക്കുമരുന്നും മദ്യം വിളമ്പുകയും മറ്റൊരു വശത്തുകൂടി മദ്യ നിരോധനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്! ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് അത്ഭുതകരം. പേരിന് 1-2 പേരെ MDMA പേരിലൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും വ്യാപകമായ ഒരു തിരച്ചിലോ അല്ലെങ്കിൽ വ്യാപകമായ ഒരു റെയ്ഡ് നടത്തി ഇത്തരം മയക്കുമരുന്നുകൾ അതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് തടയാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നത് വളരെയധികം ഖേദകരമാണ്, വളരെയധികം വിമർശിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരവരുടെ മക്കളെ ശ്രദ്ധിക്കുക. മക്കളെ എങ്ങോട്ട് യാത്ര ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ അവരുടെ കയ്യിൽ പണം വരുന്നു, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ ലോകത്ത് വളരെ കഷ്ടപ്പെട്ടാലേ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത് കാണുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല വഴിയിലല്ല, നിങ്ങൾ താൽക്കാലികമായ സുഖത്തിൻ്റെ പേരിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന അതിമാരകമായ വിഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമസ്കാരം.